21 അധ്യായത്തിൽ വായിക്കുമ്പോൾ ഒരു ഉപവാസം അവിടെ നടന്നു. ആർക്ക് വേണ്ടിയായിരുന്നു? നാബോത്തിന്റെ മുന്തിരിത്തോട്ടം ഹാഹാവിന് പിടിച്ചെടുക്കാൻ വേണ്ടി അവരൊരു ഉപവാസം എന്ത് ചെയ്തു? പ്രസ്തുതം ചെയ്തു. ദൈവത്തിന് സ്തോത്രം. ആ ഉപവാസം എന്ന് വെച്ചാൽ ആ ഉപവാസം എന്തിനു വേണ്ടിയായിരുന്നു? നാബോത്ത് എന്ന ദൈവ മനുഷ്യനെ ഇല്ലാതെയാക്കാൻ വേണ്ടി എന്ത് ചെയ്തു? അവരുണ്ടാക്കിയ ഉപവാസം. പക്ഷെ ആ ഉണ്ടാക്കി അങ്ങനെ ഉപവസിച്ച ഉപവാസം എന്തോ സംഭവിച്ചതോ? അവർക്ക് ദൈവം അത് ദോഷമായിട്ട്, അവരുടെ തലമുറകൾക്ക് അത് ദോഷമായിട്ട് ഭവിക്കാനിടയായിരുന്നു. അപ്പൊ ഒന്നാമത്തെ ഉപവാസം നമ്മൾ കാണുമ്പോൾ ആഹാബിനെ തകർക്കുവാൻ വേണ്ടി ഉണ്ടാക്കിയ ഉപവാസം. പക്ഷെ അവർ ഉപവസിച്ചു. പക്ഷെ എന്തോ സംഭവിച്ചറിയാമോ? അവരുടെ ജീവിതത്തിൽ എന്നേക്കുമായിട്ട് അവർ രണ്ടുപേരുടെ മാത്രമല്ല, തലമുറ പോലും അവരെ ആ പ്രസ്ഥാനം പോലും ഒന്നും ഇല്ലാത്ത രീതിയിൽ എന്ത് ചെയ്തു? ദൈവം ആക്കി മാറ്റിയെന്ന് വേദപുസ്തകങ്ങൾ പഠിക്കുവാനിടയാവുന്നു. അപ്പൊ ഒന്നാമത്തെ ഉപവാസം. രണ്ടാമത്തെ ഉപവാസം നമ്മൾ കാണുമ്പോൾ നമുക്കറിയാം, എസ്ര എന്ത് ചെയ്തു? ദൈവത്തിന്റെ ഉപവസിച്ചു. എന്തിനു വേണ്ടിയാ? ഒരു ശുഭയാത്രയ്ക്ക് വേണ്ടി ഉപവസിച്ചു. നെഹെമ്യാവ് ഉപവസിച്ചു. എന്തിനു വേണ്ടിയാ? ആലയത്തിന്റെ തകർച്ചയിൽ അതിനെ പണിതെടുക്കുവാൻ വേണ്ടി എന്ത് ചെയ്തു? നെഹെമ്യാവ് ഉപവസിച്ചു. യഹോശാഫാത്ത് ഉപവസിച്ചു. എന്തിനു വേണ്ടിയാ? ദിനവൃത്താന്തം 20:1 അമ്മോന്യരും മെയ്യൂനരും മോവാബ്യരും എന്ത് ചെയ്തു? 3 നാട്ടുരാജാക്കന്മാർ യഹോശാഫാത്തിന് നേരെ യുദ്ധത്തിന് വന്നപ്പോൾ അവൻ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി, ആ വിഷയത്തിൽ എനിക്കൊന്നും ചെയ്യാനുള്ള ശക്തിയില്ല, ദൈവമേ ഞാൻ എന്റെ കണ്ണ് നിങ്കിലേക്ക് ഉയർത്തുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ തന്റെ പാപത്തെയും തന്റെ ജനത്തിന്റെ പാപത്തെയും ദൈവസനി ഏറ്റു പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു? ദൈവസനി ഉപവസിക്കാൻ ഇടയായപ്പോൾ ദൈവജനം പറയുക, അമ്മോന്യരും മോവാബിനും മെയ്യൂനരും ആ വന്ന നാട്ടുരാജാക്കന്മാർ മുഴുവൻ ആരെ മുൻപിൽ തോൽക്കുമാറാക്കി. യഹോശാഫാത്തിന്റെ മുൻപിൽ തോൽക്കുമാറാക്കി ദൈവം. അങ്ങനെ ഉപവാസം ഇങ്ങനെ വചനം പഠിക്കുമ്പോൾ വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവത്തിന് എന്തു നടക്കുന്നുണ്ട്? ഉപവാസം നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അവിടെ ആശയപ്രവണം 55 വായിക്കുമ്പോൾ എന്താ? അന്യായ ബന്ധനങ്ങൾ അഴിപ്പാൻ, നുഖത്തിന്റെ അമിക്കയറുകൾ അഴിപ്പാൻ അവരെന്ത് ദൈവത്തെ ഉപവസിക്കുന്നു. അങ്ങനെ ഓരോ നിലയിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? കാലാകാലങ്ങളിൽ ഉപവാസവും പ്രാർത്ഥനയും നടന്നുകൊണ്ടേയിരിക്കുകയാണ്. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കറിയാം, വചനം പറയുക, ഉപവാസത്താലും പ്രാർത്ഥനയാലും ഉപവാസത്താലല്ലാതെ ഈ ജാതി എന്ത് ചെയ്യത്തില്ല, നീങ്ങിപ്പോകുകയില്ല. യേശു കർത്താവ് എന്ത് ചെയ്തു? 4-ാം അധ്യായത്തിലെ 1-ാം വാക്യം നോക്കിയത്, യേശു കർത്താവ് എന്ത് ചെയ്തു? ഉപവസിച്ചു തീർന്നപ്പോൾ. അപ്പൊ യേശു കർത്താവ് എന്ത് ചെയ്തു? ഉപവസിച്ചു. അവൻ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി, ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ ദാസന്മാരും നമ്മുടെ കർത്താവ് എന്ത് ചെയ്തു? ദൈവത്തിന്റെ സന്നിധി ഉപവസിച്ചു, ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോ ദൈവം എന്ത് ചെയ്തു? അതിന്റെ മധ്യ അത്ഭുതങ്ങൾ ചെയ്യുവാനിടയായിരുന്നു. എന്നാൽ ദോഷത്തിന് വേണ്ടി ഉപവസിച്ചപ്പോൾ എന്ത് ചെയ്തു? അതിന്റെ ന്യായവിധി ഇറങ്ങുവാനിടയായിരുന്നു. ഇന്ന് പകൽക്കാലം ഉപവസിക്കുന്ന പ്രാർത്ഥിക്കുന്ന ദൈവജനമേ, ആത്മാവ് ഇടപെടുകയാ. നമ്മൾ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യുന്നതോ നേരോടാണെങ്കിലോ, അത് നീതിയോടാണെങ്കിലോ, അത് ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിനാണെങ്കിലോ, ദൈവരാജ്യത്തിന്റെ വിശുദ്ധിക്കാണെങ്കിലോ, ദൈവത്തിന്റെ ആത്മാ പറയുക, ഇതിന്റെ മധ്യ ഒരു ദൈവത്തിന്റെ പ്രവൃത്തിയുണ്ട്, ഒരു ദൈവിക അനുഗ്രഹം കർത്താവ് ഈ ഉപവാസത്തിലൂടെ എന്ത് ചെയ്യുക നമുക്ക് തരുവാൻ ദൈവം ആഗ്രഹിക്കാൻ. ഒന്നാമത്തെ സങ്കീർത്തനം വായിക്കുമ്പോൾ നമുക്കറിയാം, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇടപെടുത്തിരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തെ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവനാരാ? ഭാഗ്യവാൻ. പഠിക്കുമ്പോൾ ഒത്തിരി ഭാഗ്യവാന്മാരെ കുറിച്ച് സാധിക്കുന്നുണ്ട്. ഏതൊക്കെ ഭാഗ്യവാന്മാരാണ്? യേശു കർത്താവിന്റെ വചനത്തിൽ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ രാപ്പകൽ ധ്യാനിച്ച് അതിൽ സന്തോഷിക്കുന്നവനാരാണ്? ഭാഗ്യവാനാണ്. അത് എളിയവരെ ആദരിക്കുന്നവൻ ഭാഗ്യവാനാണ്. ദൈവത്തിന്റെ കൽപ്പനകളിൽ ഭയപ്പെടുന്നവൻ ഭാഗ്യവാനാണ്. വചനം വായിക്കുകയും വായിച്ച് കേൾപ്പിക്കുകയും അത് പ്രമാണിക്കുകയും ചെയ്യുന്നവൻ
അങ്ങനെ നിരവധി അനവധി ഭാഗ്യവാന്മാരെ കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ടോ? വേദപുസ്തകം പഠിക്കുന്നുണ്ട്. ദൈവത്തിന്റെ സ്തോത്രങ്ങൾ ഇവിടെ വായിക്കുകയാണ്. യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ആരാണ്? ഭാഗ്യവാനാണ്. ആമേൻ. സങ്കീർത്തനം 7-ാം അധ്യായം അതിന്റെ 10-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവത്തിന്റെ വചനത്തോട് മത്സരിക്കുകയും അത്യുന്നതന്റെ ആലോചനയോട് നിരസിക്കുകയും ചെയ്തിട്ട് അവൾ ഇരുട്ടിലും അന്ധതമസിലും ഇരുന്നു. അപ്പൊ ദൈവത്തിന്റെ വചനം പ്രമാണിക്കുന്നവൻ, ദൈവത്തിന്റെ വചനം അനുസരിക്കുന്നവൻ ആരാണ്? ഭാഗ്യവാനായി തീരുന്നത് പോലെ തന്നെ ദൈവത്തിന്റെ വചനത്തോട് മത്സരിക്കുകയും അവന്റെ ആലോചനയെ നിരസിക്കുകയും ചെയ്ത എന്ത് ചെയ്യോ? ഇരുട്ടിലും അന്ധതമസിലും പോകുന്ന അനുഭവങ്ങള് വേദപുസ്തകം കാണാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ ആ വചനപ്രകാരം നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവിന്റെ വചനത്തിൽ എന്തുമാത്രം പ്രാധാന്യമുണ്ടല്ലേ? ആമേൻ. ദൈവത്തിന്റെ ദാസന്മാർ ദിനം പ്രതി ആമേൻ പറയുന്നു, ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഒരു സഭകളിൽ എന്ത് പറയാൻ വയ്യ, ഉപദേശം എന്ന സാധനം ഒറ്റ സഭകളിൽ പറഞ്ഞുകൂടാ. ദൈവത്തിന് സ്തോത്രം. ദൈവദാസന്മാർ ഉപദേശം പറഞ്ഞു കഴിഞ്ഞാൽ എന്നാന്നറിയോ സംഭവിക്കുന്നത്? അടുത്ത സഭയത്തെ ദൈവദാസൻ അങ്ങനെ വിളിച്ച് സ്വാഗതം ചെയ്തുകൊണ്ടിരിക്കുക. കാര്യം ഇവിടുന്ന് ചാടി അപ്പുറത്തേക്ക് എന്ത് ചെയ്യും? സ്തോത്രം പോകും. അതുകൊണ്ട് എന്തോ ചെയ്യും? ഇപ്പൊ ദൈവദാസന്മാർക്ക് ഭയങ്കര ഭയമാ. എന്താ? ആ ഉപദേശം പറഞ്ഞ ആള് പോകും. അതുകൊണ്ട് ആരും എന്ത് ചെയ്യില്ല, ഒരു ഉപവാസത്തിലോ ഒരു പ്രാർത്ഥനയിലോ എന്തോ പറയത്തില്ല, ഇത് പറയത്തില്ല, ഉപദേശം പറയത്തില്ല. അനുഗ്രഹം എന്ത് ചെയ്യും? വലിച്ച് ഹോരി കൊടുക്കും. പക്ഷെ ഞാനൊന്ന് പറയാ, അനുഗ്രഹം വേണമെങ്കിൽ ഉപദേശം വേണം. ഉപദേശം ഇല്ലാത്തോടത്ത് അനുഗ്രഹം ഉണ്ടെന്ന് വേദപുസ്തകം പറയുന്നേ ഇല്ല. ഉപദേശം ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, അവിടെ കുത്തുണ്ട്, അവിടെ വെട്ടുണ്ട്, അവിടെ മുറിവുണ്ട്, അവിടെ വേദനയുണ്ട്. പക്ഷെ ആ സമയത്ത് ദൈവത്തിനെ താഴാൻ തയ്യാറായ, ദൈവത്തിനെ ഏൽപ്പിക്കാൻ തയ്യാറായ, ദൈവമേ ആമേ ഈ കേട്ട വചനം എന്നോടാണപ്പാ, എന്റെ ജീവിതത്തിന് മാറ്റേണ്ട അനവധി നിരവധി വിഷയങ്ങളാ കർത്തദാസന്മാരോട് ഞാൻ കേട്ടപ്പാ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിനെ താണിരുന്ന് നിലവിളിപ്പാൻ തയ്യാറായുണ്ടല്ലോ. കർത്താവ് പറയാ, നീയാണ് ഭാഗ്യവാ, നിനക്കാണ് അനുഗ്രഹം. പ്രൈസ് ഹല്ലേലൂയ. അല്ലാതെ ദൈവദാസന്മാരോട് എതിർത്ത് അത്യുന്നതന്റെ ആലോചനയോട് എന്തിതാ ആമേ മത്സരിച്ച് ആലോചന നിരസിച്ച് 7 കടലും കടന്നുപോയി അപ്പുറത്തെ സഭയിൽ പോയിരുന്നാലും എന്തോ ഇല്ല, അനുഗ്രഹം ഇല്ലവേ ഇല്ല. പക്ഷെ കേട്ടനുസരിക്കുന്നവർക്ക് എന്തോ വരും. അവൻ നീ പോകുമ്പോൾ അനുഗ്രഹിക്കപ്പെടും, നീ വരുമ്പോ അനുഗ്രഹിക്കപ്പെടും, നിന്റെ മാവ് കഴിക്കാൻ തൊട്ടി അനുഗ്രഹിക്കപ്പെടും, നിന്റെ തൊഴുത്ത് അനുഗ്രഹിക്കപ്പെടും, നിന്റെ ജീവിതത്തിൽ ഏതെല്ലാം മേഖല ഉണ്ടോ അവിടെ എല്ലാം അനുഗ്രഹം വരും. സന്തതി എന്ത് ചെയ്യും? അനുഗ്രഹിക്കും. പേര്, നിന്റെ പിറപ്പ് എല്ലാം എന്ത് ചെയ്യും? ദൈവം അനുഗ്രഹിക്കും. പക്ഷെ ആ അനുഗ്രഹം വാങ്ങണമെങ്കിൽ ഇച്ചിരി റിസ്കാ. നീ ഹല്ലേലൂയ. ഒരുപാട് കഷ്ടതയിലൂടെ ചിലപ്പോ അമ്മേ നമ്മൾ വിചാരിക്കും, അയ്യോ എന്തൊരു മുറിവാ എന്റെ ഹൃദയത്തിൽ തന്നു. ഞങ്ങൾ ഒരുപാട് കേൾക്കുന്നുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. പ്രത്യേകിച്ച് പാസ്റ്റർ ഇന്ന് മുഴുവനും കുത്തിയാണ് പ്രസംഗിച്ചത്. ഒത്തിരി കേട്ടിട്ടുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. അപ്പോഴൊക്കെ അവർക്ക് ഇന്ന് ആരാധന കഴിയുമ്പോൾ മുറിവാണെങ്കിൽ അടുത്ത ആഴ്ച വന്നിട്ട് പാസ്റ്ററെ എന്റെ ജീവിതത്തിൽ ഭയങ്കര വിടുതൽ നടന്നു പാസ്റ്ററെ. എന്നെ കാര്യം അവിടെ ചെന്നപ്പോ ഈ കുത്ത് പറഞ്ഞിട്ട് പോയിട്ട് അവിടെ ചെന്നപ്പോ വേറെ കുത്ത് തമ്പുരാൻ കൊടുത്തപ്പോ അവിടെ എന്ത് ക്രമമായി അവിടെ വിടുതൽ നടന്നു. അപ്പൊ അവിടെ സംഭവിച്ചത് എന്താ? ദൈവത്തിൻ്റെതായ ആ വിടുതൽ അവിടെ നടന്നപ്പോ അവർക്ക് മനസ്സിലായി ഈ കുത്തിനെ കൊണ്ട് ഉപകാരമായെന്ന്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കുന്നവൻ, ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാനാണ്. ഇവിടെ പറയാണ്, എപ്പോഴും ഭയത്തോടിരിക്കുന്ന മനുഷ്യനാരാണ്? ഭാഗ്യവാനാണ്. ഭയമില്ലെങ്കിൽ ഭാഗ്യമില്ല. ആമേൻ. ആരെ ഭയപ്പെടണം? കർത്താവിനെ ഭയപ്പെടും. ആ ഭയം എവിടെ വരും? മനുഷ്യനെ ഭയപ്പെടുവാണ്. കൃപയായി നമ്മൾ പറയും ആമേ സ്തോത്രം, ദൈവത്തെ എനിക്ക് ദൈവത്തെ ഭയമുണ്ട്, അതുകൊണ്ട് ഞാൻ ഒറ്റ മനുഷ്യരെ എന്ത് ചെയ്യണ്ട, അനുസരിക്കണ്ടെന്ന് പറയും അല്ലേ? സ്തോത്രം. പക്ഷെ ഞാൻ ഒന്ന് പറയാ, ദൈവത്തെ ഭയപ്പെടുന്നവൻ ആരെ ഭയപ്പെടും? മനുഷ്യനെ ഭയപ്പെടും. അത് ചെറിയവനായിരുന്നാലും വലിയവനായിരുന്നാലും ദൈവത്തോട് നമുക്ക് ഭയം ഉണ്ടോ? നമ്മുടെ ഭയപ്പെടേണ്ട ഈ ഭൂമിയുള്ള സകല ജനത്തോട് നമുക്ക് ഭയം. ഈ ഭയം ബഹുമാനമാ, ഈ ഭയം സ്നേഹമാ. സ്തോത്രം. നമ്മൾ വിചാരിക്കും ഭയപ്പാ, ഞാൻ എന്തിനപ്പോ അയാളെ ഭയപ്പെടണം, എന്തിനാ അവളെ ഭയപ്പെടേണ്ട ആവശ്യം എന്താ എന്ന് ചിന്തിക്കും. പക്ഷെ ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ ഭയം എന്നിൽ ഉണ്ടെങ്കിൽ ഞാൻ എന്തോ ചെയ്യും? ഞാൻ ഭയപ്പെടും.
സ്തോത്രം. ഈ ഭയം എന്നിൽ വരുത്തുന്നത് എന്തെന്നറിയാമോ? ആ ദൈവ സ്നേഹത്തിൽ നിന്നാണ് എനിക്ക് ആ ഭയം ഉണ്ടാകുന്നത്. എനിക്ക് ദൈവത്തെ സ്നേഹം ഇല്ലെങ്കിൽ, എനിക്ക് ദൈവത്തോട് ഭയം ഇല്ലെങ്കിൽ എനിക്ക് ആരോടും സ്നേഹം ഉണ്ടാവില്ല. ഞാൻ ആരോടും ധിക്കരിക്കും, ഞാൻ ആരോടും എന്ത് ചെയ്യും, ഏത് രീതിയിലും ഞാൻ ഇടപെടും, ഏത് രീതിയിൽ എന്ത് ചെയ്യും, സംസാരിക്കും. പക്ഷെ എൻ്റെ അകത്ത് എപ്പോഴും ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എനിക്ക് എന്തോ ഉണ്ടാകും, ഞാൻ എല്ലാവരോടും ഭയപ്പാടോടെ, ബഹുമാനത്തോടെ, സ്നേഹത്തോടെ ഞാൻ പെരുമാറുവാനിടയായിത്തീരും. അതിന് കാരണം എന്താണെന്നറിയാമോ? യഹോവയുടെ ന്യായപ്രമാണം എന്റെ ഹൃദയത്തിന്റെ അകത്ത് ഉള്ളത് കൊണ്ടാണ്. സങ്കീർത്തനക്കാരൻ ദാവീദ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ കഷ്ടത്തിലായത് എനിക്ക് ഗുണമായി. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കഷ്ടം വരുമ്പോണ്ടല്ലോ, നമ്മൾ ഈ കഷ്ടത്തോട് എന്ത് ചെയ്യണ്ട, എതിർക്കണ്ട. എന്തിനു വേണ്ടിയാ? ചട്ടങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിട്ടാ. ദൈവത്തിന്റെ ചട്ടപ്രകാരം ജീവിക്കുവാൻ, ദൈവത്തിന്റെ ചട്ടങ്ങളെ പഠിക്കാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ടോ? ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. ചില ശോധനയിലൂടെ, ചില പ്രതിസന്ധിയിലൂടെ, ചില പ്രതികൂലങ്ങളിലൂടെ, ചില രോഗങ്ങളിലൂടെ, ചില ബാധ്യതയിലൂടെ എന്ത് ചെയ്യോ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ നടത്തും. അപ്പൊ നമ്മൾ വിചാരിക്കുന്ന, ഇത്രയും കഷ്ടം, ഇത്രയും ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചിട്ടാ, ഇത്രയും ദൈവമായിട്ട് ബന്ധത്തിൽ ഞാൻ ജീവിച്ചിട്ടാ, എന്തിനെനിക്ക് ഈ കഷ്ടം വന്നത്, എന്തിനെനിക്ക് ഈ കഷ്ടം വന്നത്? എന്നാ ബൈബിള് പറയുക, കർത്താവ് കഷ്ടം തന്നെന്തിനറിയോ? ചട്ടങ്ങളെ പഠിക്കാൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ചട്ടങ്ങളെ പഠിക്കാൻ എനിക്ക് എന്തായി? ഗുണമായി. അതുകൊണ്ട് കഷ്ടം വന്നാൽ ആരും എന്ത് ചെയ്യരുത്, സങ്കടപ്പെടരുത്. കാര്യം എന്തെന്നറിയാമോ? കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. സദൃശ്യവാക്യം 28:4 പറയാ, ന്യായപ്രമാണത്തെ ഉപേക്ഷിക്കുന്നവർ ദുഷ്ടനെ ശാസിക്കുന്നു, ന്യായപ്രമാണത്തെ കാക്കുന്നവരോ അവരോട് എതിർക്കുന്നു. അപ്പൊ ന്യായപ്രമാണത്തോട് എതിർക്കുന്ന ആരാണ്? ദുഷ്ടനാണ്. ഹല്ലേലൂയ. ന്യായപ്രമാണം കാക്കുന്നവരെന്ത് ചെയ്യുമോ? ഈ ദുഷ്ടനോട് എതിർത്തേ നിൽക്കത്തുള്ളൂ. ദുഷ്ടന്റെ കൂടെ എന്ത് ചെയ്യത്തില്ല, പോയി ചങ്ങാത്തം കൂടാനോ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന പ്രവൃത്തിക്ക് സപ്പോർട്ട് ചെയ്യാൻ ആരും പോകത്തില്ല. ഈ ന്യായപ്രമാണം അകത്തുള്ളവർ എന്ത് ചെയ്യത്തില്ല, പോകത്തില്ല. ദൈവത്തിന് സ്തോത്രം. ന്യായപ്രമാണം അകത്തില്ലാത്തവൻ എന്തോ ചെയ്യുന്നറിയാമോ? ദുഷ്ടനോട് എന്ത് ചെയ്യും? പങ്കുചേരാൻ പോകും, അവനോട് കൂട്ടുകൂടാൻ പോകും. അപ്പൊ അവനോട് കൂട്ടുകൂടുമ്പോ എന്ത് ചെയ്യുന്നറിയാമോ? അവന്റെ സ്വഭാവത്തിന് പകുതി ഇങ്ങോട്ട് പോരുന്നേ. ഹല്ലേലൂയ. ദുഷ്ടന്റെ കൂടെ നമ്മൾ 10 ദിവസം നടന്നാൽ ദുഷ്ടന്റെ ചില സ്വഭാവങ്ങൾ എവിടെ വരും? നമ്മളിലേക്ക് വരും. നീതിമാന്റെ കൂടെ നമ്മൾ കൂട്ടുകൂടാൻ പോയണ്ടല്ലോ, ആ നീതിമാന്റെ നടപ്പനുസരിച്ച് നമ്മുടെ അകത്ത് ദൈവഭയം ദൈവം തരും. നമ്മളെന്ത് ചെയ്യും? ഇന്നലെ വരെ അനീതിക്ക് നിന്നാണെങ്കിൽ നാളെ മുതൽ പഠിപ്പിക്കും. അതാണ് നീതിമാനും ദുഷ്ടനും തമ്മിലുള്ള വ്യത്യാസം. ദുഷ്ടന്റെ കൂടെ നടന്ന് നമുക്ക് ദുഷ്ടത വരും, പക്ഷെ നീതിമാന്റെ കൂടെ നടന്ന് നമ്മൾ നീതി എന്ത് ചെയ്യും? ആ ചട്ടത്തെ എന്ത് ചെയ്യും? പഠിപ്പാൻ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ തരും. അപ്പൊ ദൈവത്തിന്റെ ന്യായപ്രമാണം അനുസരിച്ച് നടക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. അവിടെ 2-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുകയാണ്, സ്തോത്രം, അവൻ ആപത്ത് ധ്യാനിക്കാൻ ഭാഗ്യവാൻ, അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വിഷം പോലെ ഇരിക്കും, അവൻ ചെയ്യുന്നൊക്കെ സാധിക്കും. അപ്പോ ആരാണ് ഇതിന് അവകാശികള്? സ്തോത്രം. ഹല്ലേലൂയ. ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ വൃക്ഷം എപ്പോഴും എങ്ങനെ ഇരിക്കുന്ന അറിയാമോ? ആ നാടി തൊട്ട് മുടി വരെ ഒരുപോലെ. ഹല്ലേലൂയ. അതിന്റെ ഒരു കൊമ്പ് പോലും ഉണങ്ങി കാണത്തില്ല, അതിന്റെ ഒരു ഇല പോലും പഴുത്ത് കാണത്തില്ല. കാര്യം എന്താ അറിയാമോ? അതിങ്ങനെ പച്ചപ്പായിട്ടിരിക്കും. വലിയ വെയിലുദിച്ചാലും ഭയങ്കരമായ ശക്തമായ ചൂടേറ്റാലും ഇതിങ്ങനെ പച്ചയായിട്ടിരിക്കും. കാര്യം എന്താ അറിയാമോ? അതിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന വെള്ളം. ഈ വരുന്ന ചൂടിന്, ഈ വരുന്ന ഈ അഗ്നിസമാനമായ ഇതിനൊക്കെ എന്ത് ചെയ്യുന്ന അറിയാമോ? ഈ വെള്ളം തണുപ്പിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഈ വെള്ളം എവിടുന്ന വരുന്നത്? യഹോവയുടെ ന്യായപ്രമാണം അനുസരിക്കുന്ന ഒരു മനുഷ്യന് തുല്യമാണ് ആറ്റരികത്ത് നിൽക്കുന്ന ഒരു വൃക്ഷം. ആറ്റരികത്ത് നിൽക്കുന്ന വൃക്ഷം ദൈവവചനം അനുസരിക്കുന്ന ഒരു മനുഷ്യന് തുല്യ. കാര്യം, ഈ വചനം അനുസരിക്കുന്ന, വചനത്തിൽ മാത്രം പ്രത്യാശ വെക്കുന്ന, ദൈവത്തിൽ ആശ്രയിക്കുന്ന ആ വ്യക്തി എന്തെന്നറിയോ? അവന്റെ നേരെ പ്രശ്നങ്ങൾ വരും, പ്രയാസങ്ങൾ വരും,
നിന്ദകൾ വരും, അപമാനങ്ങൾ വരും, അപവാദങ്ങൾ വരും, പലതും വരും. പ്രൈസ് ദി ലോർഡ്. പക്ഷേ അവരെപ്പോഴും എങ്ങനെ ഇരിക്കുന്നറിയോ? ആചരികത്ത് നിൽക്കുന്ന ഒരു വൃക്ഷം പോലെ അത് പച്ചയായിട്ടിരിക്കും. ഹല്ലേലൂയ. അതിന് ആ ഒരു കോട്ടമോ ഒരു വാട്ടമോ എന്നില്ല, പറ്റത്തില്ലെന്ന് ദൈവത്തിന്റെ സ്തോത്രം. രണ്ടാമത് പറയുകയാണ്, അവൻ തക്ക കാലത്ത് ഫലം കഴിക്കും. സ്തോത്രം. ആചരികത്ത് നിൽക്കുന്ന വൃക്ഷം ആമേ തക്ക കാലത്ത് എന്ത് ചെയ്യും? ഫലം കായ്ക്കും. അതിന് ഫലം കായ്ക്കുന്ന സമയമാകുമ്പോൾ എന്ത് ചെയ്യും? കായ്ക്കും. തക്ക സമയത്ത് ദൈവം ഫലം കായ്ക്കും. അതുപോലെയാണ് ദൈവത്തിന്റെ വചനത്തിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിലും ആശ്രയിച്ചു നിൽക്കുന്ന ഒരു ദൈവ പൈതൽ എന്ത് സംഭവിക്കുന്ന അറിയാമോ? ആ വ്യക്തിക്ക് ഫലം കായ്ക്കേണ്ട സമയമാകുമ്പോൾ അതെന്ത് ചെയ്യും? തക്ക സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യും? അവരെ ഉപയോഗിക്കും. ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമോ? ഇന്ന് പകൽക്കാലം കർത്താവിന്റെ ദാസൻ ഒരുപാട് വചനങ്ങൾ ഇവിടെ പറയുവാനിടയായിട്ടുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. അതിൽ പറഞ്ഞു, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വചനം ഉണ്ടായിരുന്നു. പല വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വിഷയങ്ങള് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഉരുവിട്ട് പ്രാർത്ഥിക്കേണ്ട ദൈവ വചനങ്ങളായിരുന്നു എന്റേത്. ആ ദൈവദാസൻ പറഞ്ഞിരുന്ന ദൈവത്തിന്റെ സ്തോത്രം. അപ്പൊ നമ്മള് ദൈവത്തിന്റെ ആത്മാവും ദൈവത്തിന്റെ വചനത്തിനും ആശ്രയിച്ച് നിൽക്കുന്ന നമ്മള് ഒരു വിഷയം വരുമ്പോ എന്ത് ചെയ്യണം? ഈ വചനം എടുത്തിട്ട് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ആ സമയത്ത് എന്തോ സംഭവിക്കുന്ന അറിയാമോ? അവിടെ വലിയ വിടുതൽ നടക്കും. തക്ക സമയത്ത് ഫലം കായ്ക്കുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുക? നമ്മെ ഉപയോഗിക്കുവാനിടയായിത്തീരും. ആ സമയത്ത് പ്രാർത്ഥനയില്ലാതെ, ആരാധനയില്ലാതെ, ദൈവവചനം ധ്യാനമില്ലാതെ, ദൈവമായിട്ട് ബന്ധമില്ലാതെ നമ്മുടെ ജീവിതം വരുമ്പോണ്ടല്ലോ, ഒരു പ്രാർത്ഥിക്കാൻ ഒരു വ്യക്തി നമ്മുടെ അടുത്ത് വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു വിഷയം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോ നമ്മൾ പ്രാർത്ഥിച്ച എന്തോ സംഭവിക്കത്തില്ല, യാതൊരു വിടുതലും സംഭവിക്കുകയില്ല. നമ്മുടെ വായിന്ന് പോയ തുപ്പല് നഷ്ടം അത്ര വരത്തുള്ളൂ ദൈവത്തിന് സ്വന്തം. പക്ഷേ ആചരികത്ത് നിൽക്കുന്ന ദൈവത്തുമായിട്ട് ബന്ധത്തിൽ നിൽക്കുന്ന, പ്രാർത്ഥനയുമായി ബന്ധത്തിൽ നിൽക്കുന്ന, ആരാധനയും ബന്ധത്തിൽ നിൽക്കുന്ന, ദൈവവചനവുമായി ബന്ധത്തിൽ നിൽക്കുന്ന, ദൈവവുമായിട്ട് ബന്ധത്തിൽ നിൽക്കുന്ന, ദൈവികമായ പ്രമാണത്തിന് വിശുദ്ധിക്കും വേണ്ടി നിൽക്കുന്ന ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ എത്ര കട്ടിയുള്ള വിഷയം വന്നാലും എന്ത് ചെയ്യോ? കരം വെച്ച് പ്രാർത്ഥിക്കുവാനുള്ള ഒരു ദൈവ കൃപ അവനിൽ നിന്ന് പുറപ്പെടും. അത് നമ്മുടെ ഒരു പ്രത്യാശയാണ്, ഉറപ്പാണ്. നമുക്ക് പ്രാർത്ഥനയില്ല, ആരാധനയില്ല, ദൈവവചന ധ്യാനമില്ല, ദൈവമായിട്ട് ബന്ധമില്ലെങ്കിൽ നമുക്ക് പോയി പ്രാർത്ഥിക്കാനുള്ള ധൈര്യം കിട്ടും. ചിലര് പറഞ്ഞിട്ട് ഞാൻ പോയി പ്രാർത്ഥിച്ച എന്റെ കൂടെ അത് പോരും, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യത്തില്ല? പ്രാർത്ഥിക്കില്ല. സ്തോത്രം. ഹല്ലേലൂയ. പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, അവിടെ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് കൂടെ ഞാൻ പഠിച്ച ബൈബിള് അതില്ല. കാര്യം എന്നറിയാമോ? അകത്ത് എന്തോ ഇല്ല, അകത്ത് ദൈവവും ഇല്ല, അകത്ത് വചനവും ഇല്ല, അകത്ത് ആത്മാവില്ല. അങ്ങനെ പ്രാർത്ഥിച്ച എന്ത് ചെയ്യുന്നറിയാമോ? ആ സാധനം കൂടെ സ്തോത്രം. ഹല്ലേലൂയ. അകത്ത് ദൈവ വചനമുണ്ടെങ്കിൽ ഹല്ലേലൂയ. കർത്താവ് നമ്മളോട് പറഞ്ഞ എന്താ? ഞാൻ സാക്ഷാ രോഗങ്ങളെ വഹിച്ചു, ഞാൻ വേദനകളെ ചുമന്നു, എന്റെ അടിപ്പിണതികളാ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ആ വരുത്തുമെന്നല്ല, വന്നിരിക്കുക. ഈ വചനം അകത്തിട്ടിട്ട് കൊണ്ട് ഒരു രോഗിയുടെ അടുത്ത് പോയിട്ട് പറയണം, കർത്താവെ നീ പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. സാക്ഷാ രോഗങ്ങളെ വഹിച്ച, വേദനകളെ ചുമന്ന്, എന്റെ അടിപ്പിണതികൾ ഞാൻ നിനക്ക് സൗഖ്യം തന്നിരിക്കുന്ന നീ പറഞ്ഞിട്ടുണ്ട്. എന്ത് സംഭവിക്കണം? ഈ വ്യക്തിക്ക് എന്ത് വരണോ? വിടുതൽ നടക്കണം കർത്താവേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ച് എന്ത് സംഭവിക്കുന്ന അറിയാമോ? ആ വ്യക്തി അത്ഭുതകരമായി ഞാൻ മലപ്പുറത്ത് സുശേഷ ബന്ധത്തിലായിരിക്കുമ്പോഴോ ഒരു ചർച്ചിലെ ഒരു പാസ്റ്റർ, ആ പാസ്റ്റർ ഭാര്യയ്ക്ക് എവിടെയോ പോയി പ്രാർത്ഥിച്ച സ്തോത്രം, ആ പ്രാർത്ഥിച്ച വാങ്ങിച്ചോണ്ട് പോകുന്നത് ദൈവത്തിന് സ്തോത്രം. അവര് 2-3 ഹോസ്പിറ്റലിൽ കൊണ്ട് യാതൊരു രക്ഷയില്ല. അങ്ങനെ കിടന്ന കിടപ്പ് കിടക്കുക, വയറ്റിനകത്ത് എന്തോ പ്രശ്നം ഡോക്ടർമാരെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അവസാനം ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നു. ഇവിടെ ഒരു തലയണ, നടുവിനൊരു തലയണം വെച്ചിട്ട് അവരിങ്ങനെ ചെരിഞ്ഞാ കിടക്കുന്നത്. ഞങ്ങളിങ്ങനെ വരുമ്പോൾ, ഞങ്ങള് ബദേൽ ആശ്രമത്തിലാണ്, സഹോദരിമാർ നാളത്തിന് നടത്തുന്ന ഒരു ആശ്രമം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ സുവിശേഷ വേലകൾ ബന്ധത്തിൽ നിൽക്കുന്നത്. ഞങ്ങൾ എന്നും കോളനികളിൽ 2 കോളനികളിൽ ഞങ്ങൾ എന്ത് ചെയ്യുന്നു? സൺഡേ സ്കൂൾ എടുക്കാൻ പോകും. സ്തോത്രം. ഈ സൺഡേ ഞാനൊരു വേറെ സിസ്റ്റർ കൂടെ സൺഡേ സ്കൂൾ പോകുമ്പോൾ എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് ഇങ്ങനെ പറയുക, മിനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാൽ എന്താ? അപ്പം ഞാൻ എൻ്റെ കൂടെ നിൽക്കുന്ന കൊച്ചിനോട് പറഞ്ഞു, സിസ്റ്ററോട് പറഞ്ഞു, നമുക്കൊന്ന് പോയി പ്രാർത്ഥിക്കാമെന്ന് വെച്ചു.
അപ്പോൾ അവിടെ കുറേ പാഷുമാരുണ്ട്, അവിടെ ഉപവാസങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. 21 ദിവസം ഉപവാസം, ഈ ആൻറ്റിക്ക് വേണ്ടി മാത്രം 21 ദിവസം ഉപവാസം ഇരിക്കുക അവിടെ. സ്തോത്രം. അവിടെ നടന്നുകൊണ്ടിരിക്കുക. ഇനി നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് പോയാൽ നമുക്ക് BBS സൺഡേ സ്കൂൾ എടുക്കാൻ പോകണ്ടേ, സമയം ഒരുപാടായില്ലേ. ഞാൻ പറഞ്ഞു ജസ്റ്റ് ഒന്ന് കയറാം നമുക്ക്. എൻ്റെ ഹൃദയത്തിനകത്ത് ഭയങ്കരമായിട്ട് ആത്മാവ് എന്നെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുക അവിടെ കയറാൻ വേണ്ടി. ഞാൻ നമുക്ക് ഒന്ന് കയറാം. സ്തോത്രം. അങ്ങനെ എന്തെന്ന് അറിയാമോ, ഞങ്ങൾ അവിടെ കയറിയപ്പോൾ അവിടെ ഭയങ്കര തകർപ്പം പ്രസംഗം നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ പാസ്റ്റേജിലാണ് ആൻറ്റി കിടക്കുന്നത്. ഞങ്ങൾ അവിടെ ഭയങ്കര മെസ്സേജ് നടക്കുന്നത്. അപ്പോൾ പാസ്റ്റർ ഞങ്ങളെ കണ്ടപ്പോൾ അവിടുത്തെ പാസ്റ്റർ ഇറങ്ങി വന്നു. അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞു, പാസ്റ്റർ നമുക്ക് വിനിയൻ്റിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ പാസ്റ്റർ? ഒരു സിസ്റ്റർ പ്രാർത്ഥിക്കുന്നതാണ്. എനിക്കറിയത്തില്ല, ഞാൻ ആത്മനിയോഗത്ത് ദൈവത്തോട് വചനം പറഞ്ഞ് പ്രാർത്ഥിച്ച് എൻ്റെ കൈ കണ്ണെടുക്കാൻ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ച് പോയി കൈ വെച്ച് എൻ്റെ വേദനയുള്ള ആ വേദനയുള്ള ഭാഗത്ത് ഞാൻ കണ്ണടച്ചേക്കട്ടെ. ഇവരെ വയറെവിടെയെന്ന് പോലെ എനിക്കറിയത്തില്ല, കാരണം കണ്ണടച്ച ഞാൻ പ്രാർത്ഥിക്കില്ല, ഒന്നും നോക്കണില്ല. ദൈവ വചനം പറഞ്ഞ് ഞാൻ കണ്ണടച്ച് കൈ വെച്ചാൽ വയറിന്റെ മേളത്തെ എന്നെ കൈ വെച്ചതിന് ഞാൻ കൈ അങ്ങനെ വെച്ചതിന് ശേഷം കണ്ണു നോക്കിയാൽ വയറ്റ് കൈയിരിക്കണം. ഞാൻ പറഞ്ഞു യേശുവിന്റെ നാമത്തിൽ രോഗാത്മ വചനം കൊണ്ട് വചനത്താൽ ശാസിക്കപ്പെട്ടിട്ട് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞങ്ങള് അവിടെ ആന്റി കിടക്കുക. ആ ഫസ്റ്റ് പോണ സൺഡേ സ്കൂൾ സമയം എന്നിട്ട് ഞങ്ങൾ അങ്ങ് പോയി. ഞങ്ങളും 2 കോളനിയിൽ സൺഡേ സ്കൂൾ എടുത്ത് തിരിച്ചു വരുമ്പോ ആന്റി അങ്ങ് ചായ ഇട്ടെന്ന്. അപ്പോഴും ആന്റിക്ക് വേണ്ടിയാണ് ഉപവാസം നടക്കുക. ഞാൻ പറഞ്ഞു വന്ന എന്നറിയാമോ, നമ്മുടെ അകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിലോ, അകത്ത് ദൈവത്തിന്റെ വചനം ഉണ്ടെങ്കിലോ, അകത്ത് ദൈവമായിട്ട് ബന്ധമുണ്ടെങ്കിലോ അവൻ മറ്റൊന്നും നമ്മൾ നോക്കരുത്. ആരും ഉപവസിക്കുന്ന ആരും ഒന്നും നമ്മൾ നോക്കണ്ട. ആത്മാവ് പ്രേരിപ്പിച്ച് നമ്മുടെ ഹൃദയത്തിനകത്ത് ദൈവ സാന്നിധ്യം ഉണ്ടെങ്കിലോ ചില വിഷയങ്ങൾ എന്ത് ചെയ്യണോ, അവൻ കരം വെച്ച് പ്രാർത്ഥിച്ച ദൈവം അത്ഭുതം ചെയ്യും. ജീവിതത്തിൽ ഉണ്ടായ അനുഭവം ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്ന ദൈവത്തിന് കർത്താവ് അത്രമാത്രം ആ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി നമ്മുടെ അകത്ത് ഉള്ളത് കൊണ്ടാണ് നമുക്ക് പ്രേരണ തന്ന് നമ്മളെ തള്ളി പായിപ്പിക്കുന്നത്. നടക്കില്ല എന്നുള്ള ചിന്ത നമ്മുടെ അകത്തുണ്ടെങ്കിൽ ഒന്നും നടക്കത്തില്ല. വിശ്വാസത്തോടു കൂടെ ദൈവത്തിന്റെ വചനത്തിൽ ആശ്രയിച്ച് പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ടുകൊണ്ട് നമ്മളൊരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ, നമ്മളൊരു വിഷയത്തിന് വേണ്ടി ഉപവസിച്ചാൽ നിശ്ചയമായിട്ടും ആ വിഷയത്തിന് മധ്യ എന്ത് സംഭവിക്കും? അത്ഭുതങ്ങൾ നടക്കപ്പെടുവാനിടയായിത്തീരും. അതുകൊണ്ട് ആ വചനം പറയുന്നത്, ആറ്റിന്റെ അരികത്ത് നിൽക്കുന്ന വൃക്ഷം അത് തക്ക കാലത്ത് ഫലം തരും. ആമേ. ദൈവവചനത്തിലും ദൈവിക പ്രമാണത്തിലും പരിശുദ്ധാത്മാവിലും അടിസ്ഥാനപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തി ജീവിതമാണോ തക്ക സമയത്ത് നീ പ്രവർത്തിക്കുന്ന, ആമേ, പ്രാർത്ഥിക്കുന്ന, കരം വെക്കുന്ന ഏത് വിഷയത്തിന് ദൈവത്തെയോ മറുപടി തന്നോ അനുഗ്രഹിപ്പാനിടയായി. മൂന്നാമത് പറയുക, ആ വൃക്ഷത്തിന്റെ പ്രത്യേകത അതിന് ഇല എന്ത് ചെയ്യത്തില്ല, വാടത്തില്ലെന്ന് പറയുന്നത്. ആറ്റരികത്ത് നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഇലക്ക് എന്ത് വരത്തില്ല, വാട്ടം വരികയില്ല. എന്നാൽ ദൈവ വചനത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ മുഖം പെട്ടെന്ന് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയുടെ മുഖം പെട്ടെന്ന് വാടത്തില്ല. ദൈവത്തിന്റെ ആത്മാവിൽ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ മുഖം പെട്ടെന്ന് വാടത്തില്ല. സ്വോത്രം. ഹല്ലേലൂയ. നമ്മൾ തൊട്ടാവാടി